പാലത്തായി പീഡനക്കേസിൽ അധ്യാപകനായ BJP നേതാവ് കുനിയിൽ പത്മരാജന് മരണം വരെ ജീവപര്യന്തം ശിക്ഷയാണ് ഇന്ന് വിധിച്ചത്. പോക്സോ വകുപ്പ് പ്രകാരം 20 വർഷം കഠിന തടവ് ഉൾപ്പെടെ 40 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് തലശ്ശേരി ജില്ലാ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. സംഘപരിവാർ അധ്യാപക സംഘടന ജില്ലാ നേതാവാണ് പത്മരാജൻ. പാലത്തായി പീഡനക്കേസിൽ ഒട്ടേറെ കടമ്പകൾ മറികടന്നാണ് പ്രത്യേക അന്വേഷണ സംഘം നിർണായക തെളിവുകൾ കണ്ടെത്തിയതെന്ന് അന്വേഷണ സംഘത്തിലെ അംഗമായ SI PC രമേശൻ പറയുന്നു. കുട്ടിയുടെ മൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താനായത് ഈ കേസിലെ പ്രധാന വഴിത്തിരിവായെന്നും അദ്ദേഹം അറിയിച്ചു. ഈ കേസ് പരിഗണിക്കുമ്പോൾ പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം കോടതി പൊളിച്ചടുക്കിയിരുന്നു. ഈ കേസ് ആരും കെട്ടിച്ചമച്ചത് അല്ലെന്നും പ്രതിക്കെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും കോടതി വ്യക്തമായി പറഞ്ഞിരുന്നു. വിധിയിൽ എതിർപ്പുണ്ടെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാമെന്നും തലശ്ശേരി ജില്ലാ പോക്സോ കോടതി ജഡ്ജി AT ജലജ റാണി പറഞ്ഞു. കേസ് കെട്ടിച്ചമച്ചതാണ് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. മാനുഷിക പരിഗണന വേണമെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി അതൊന്നും പരിഗണിച്ചില്ല. പ്രതിക്ക് കുടുംബവും പ്രായമായ രക്ഷിതാക്കളും രോഗാവസ്ഥയിലുള്ള കുട്ടികളും ഉണ്ടെന്നും പ്രതിഭാഗം വക്കീൽ പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും പരിഗണിക്കാനാവില്ലെന്നും പ്രതിക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്നും കോടതി വ്യക്തമാക്കി. പ്രതിഭാഗത്തിന് എന്താണ് പറയാൻ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ പീഡനക്കേസിന് പിന്നിൽ മത തീവ്രവാദം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കേസിനെ വഴി തിരിച്ചുവിടാൻ അഭിഭാഷകൻ ശ്രമിച്ചിരുന്നു. കൂടാതെ പത്മരാജന്റെ ഭാര്യ ആത്മഹത്യ ചെയ്താൽ മത തീവ്രവാദ സംഘടനകളാണ് അതിന് ഉത്തരവാദികളെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. എന്നാൽ ഇത് പോക്സോ കേസാണെന്നും അതിന്റെ മെറിറ്റ് മാത്രമാണ് ഇവിടെ പരിഗണിക്കുന്നതെന്നും കോടതി അറിയിക്കുകയും ചെയ്തു. രക്ഷിതാവിന്റെ സ്ഥാനത്തുള്ള അതേ ഉത്തരവാദിത്തമുള്ള ഒരു അധ്യാപകൻ നടത്തിയ ക്രൂരതയിൽ മാതൃകാപരമായ ശിക്ഷ ഉണ്ടാകണമെന്നും വധശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരടക്കം നടത്തിയ ഗൂഢ നീക്കങ്ങളെ മറികടന്നാണ് പാലത്തായി പീഡനക്കേസിൽ പ്രതി K പത്മരാജൻ കുറ്റക്കാരനാണെന്ന് പോക്സോ കോടതി ഇന്നലെ കണ്ടെത്തിയത്. 4ാം ക്ലാസ്സുകാരിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ കേസ് ദുർബലപ്പെടുത്താനായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം പോക്സോ വകുപ്പ് ചുമത്തിയതാണ് കേസിൽ ഏറെ നിർണായകമായി മാറിയത്. ഇന്ന് തലശ്ശേരി പോക്സോ പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ജഡ്ജി MT ജലജ റാണിയുടെ ചോദ്യത്തിന് മറുപടിയായി പത്മരാജൻ പറഞ്ഞത് താൻ കുറ്റക്കാരൻ അല്ലെന്നാണ്. കൂടാതെ തന്റെ ഭാര്യ ആത്മഹത്യ ചെയ്താൽ അതിന് ഉത്തരവാദി SDP-കാരാണെന്നും തന്നെ പോലുള്ള നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും പത്മരാജൻ കോടതിയിൽ പറഞ്ഞിരുന്നു. പത്മരാജൻ പറഞ്ഞ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തണമെന്ന് പ്രതിഭാഗം വക്കീൽ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതെല്ലാം വാദം കേൾക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞതാണെന്നും അതൊക്കെ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും ജഡ്ജി വ്യക്തമാക്കി. 2020 ജനുവരിയിൽ അധ്യാപകനും BJP തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കടവത്തൂർ മുണ്ടത്തോട് കുറുങ്ങാട്ട് ഹൗസിൽ K പത്മരാജൻ 3 തവണ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ് കേസ്. 2024 ഫെബ്രുവരി 23 കേസിന്റെ വിചാരണ പോക്സോ കോടതി ജഡ്ജി ടിറ്റി ജോർജ് മുമ്പാകെയാണ് തുടങ്ങിയത്. പിന്നീട് ജഡ്ജി ടിറ്റി ജോർജ് മാറിയപ്പോൾ ജഡ്ജി ശ്രീജയുടെ മുമ്പാകെ വിചാരണ തുടങ്ങി. വിദ്യാർത്ഥി ഉൾപ്പെടെ 40 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. 77 രേഖകളും 14 തൊണ്ടിമുതലുകളും ഹാജരാക്കി. പ്രതിഭാഗം 3 സാക്ഷികളെ വിസ്തരിച്ചു. വാദം പൂർത്തിയായി വിധി പറയാനിരിക്കെ വീണ്ടും ജഡ്ജി മാറി. പിന്നീട് ജഡ്ജി ജലജ റാണിയുടെ മുമ്പാകെ വീണ്ടും വാദം നടത്തിയാണ് ഇപ്പോൾ ഈ വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്.